നമസ്കാരം. ഇന്ന് നല്ല രുചികരമായ അധികം ചിലവില്ലാത്ത ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്ത് ചൂടോടെ ഡാൽഡ ചൂടാക്കി വെച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കുക. മാവ് കുഴച്ച് കഴിഞ്ഞ് ഇനി അടച്ചു വെക്കാം കുറച്ച് നേരത്തിന്. ഇനി അടുപ്പത്ത് കടായി വെച്ച് 1 ടീസ്പൂൺ ഡാൽഡ ഇട്ട് കൊപ്ര ക്രഷ് ചെയ്തതാണ്, അല്ലെങ്കിൽ തേങ്ങ ആയാലും മതി, ഒന്ന് വറുത്തെടുക്കണമെന്നേ ഉള്ളൂ. ഇനി വേറെ പ്ലേറ്റിലേക്ക് മാറ്റി ആ കടായിൽ 1 ടീസ്പൂൺ ഡാൽഡ ഇട്ട് ഒരു ബൗൾ റവ വറുത്തെടുക്കുക. ഡാൽഡക്ക് പകരം നെയ്യ് എടുത്താലും നല്ലതാണ്. റവ വറുത്ത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു പ്ലേറ്റിൽ ഇനി വേറെ പ്ലേറ്റിലേക്ക് മാറ്റി പെട്ടെന്ന് തണുക്കാൻ വേണ്ടി. തണുത്ത് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചതും ഇട്ട് 1 ടീസ്പൂൺ ഏലക്കായ്പ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി മാവ് അടച്ചു വെച്ച് തുറന്ന് രണ്ടാമത് ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. ചെറിയ ഓരോ ഉരുളകളാക്കി പരത്തിയെടുക്കുക. ഇതുപോലെ ഒരു അടപ്പ് വെച്ച് കട്ട് ചെയ്താൽ എല്ലാം ഒരുപോലെ ആയി കിട്ടും. ഇനി മിക്സിങ് കോരി വെച്ച് എല്ലാം കൂടി ഒന്ന് തടുത്ത് കൂട്ടി കയ്യിൽ വെള്ളം തൊട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. കൈ കൊണ്ടൊന്ന് അമർത്തി ഇതുപോലത്തെ വർക്ക് കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. നല്ല ഡിസൈൻ വരും. സൂപ്പറായിട്ടുണ്ട്. ഒന്ന് അടച്ചു വെക്കാം ഉണങ്ങിപ്പോവാതിരിക്കാൻ. കുറേ ഒന്നിച്ചുണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അതുപോലെ ഉണ്ടാക്കിയെടുത്ത് ഇനി ചൂടായ എണ്ണയിൽ ഓരോന്നായി ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞ് കോരിയെടുക്കുക. സൂപ്പറായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.